ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷാന. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സബ്ഡെർമൽ ഇംപ്ലാന്റ്സിനെ പറ്റിയാണ്. എന്താണ് സബ്ഡെർമൽ ഇംപ്ലാന്റ്സ്? ലോങ് ആക്റ്റീവ് ആയിട്ടുള്ള ബർത്ത് കൺട്രോൾ മെത്തേഡാണ് സബ്ഡെർമൽ ഇംപ്ലാന്റ്സ്. ഇത് പലതരം വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും ഇതിൽ മെയിൻ ആയിട്ടുള്ള വെറൈറ്റിയെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇംപ്ലനോൺ ആൻഡ് നെക്സ്പ്ലനോൺ. ഇംപ്ലനോണിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെറൈറ്റിയാണ് നെക്സ്പ്ലനോൺ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നെക്സ്പ്ലനോൺ ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇംപ്ലനോണിൻ്റെ സെയിം കണ്ടൻറ്റും സെയിം സൈസും സെയിം ആയിട്ടുള്ള പ്രവർത്തന രീതിയും എല്ലാം സെയിം ആണ് നെക്സ്പ്ലനോണ്. ആകെ ഒരു ഡിഫറൻസ് മാത്രമേ ഇത് തമ്മിലുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ CTO അല്ലെങ്കിൽ എക്സ്റേ ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ നെക്സ്പ്ലനോൺ റേഡിയോ ഒപ്പേക്ക് ആയിരിക്കും. അത് എക്സ്റേയിൽ കൂടി നമുക്ക് ഇങ്ങനൊരു ഇംപ്ലാന്റ് ഉള്ളതായിട്ട് കാണപ്പെടും. പക്ഷേ ഇംപ്ലനോൺ ഇട്ടിട്ടുള്ള ഒരാൾ എക്സ്റേയോ അല്ലെങ്കിൽ CTO എല്ലാം എടുക്കുന്ന സമയത്ത് അത് എക്സ്റേക്കകത്ത് വിസിബിൾ ആകില്ല. ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ എറ്റോനോർജെസ്ട്രൽ എന്ന് പറയുന്ന ഒരു പ്രൊജസ്ട്രോൺ ആണ്. ഇനി അടുത്തതായിട്ട് ഇത് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണോ? ഈ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ലോക്കൽ അനസ്തേഷ്യ തന്നതിന് ശേഷം മാത്രം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ ഇത് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറേ അല്ല. ഇത് OPD ബേസിസിൽ ചെയ്യുന്ന വളരെ ചുരുക്കമായിട്ടുള്ള സമയം മാത്രം എടുത്ത്, എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റിൽ താഴെ എടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. സോ ഇതിന് ഒരു മേജർ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. കൂടാതെ തന്നെ ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ഒരു ലോക്കൽ അനസ്തേഷ്യ കൊണ്ട് ചെറുതായിട്ട് അവിടെ ആ ഭാഗം ഒന്ന് മരവിപ്പിക്കും. ഇത് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? നമ്മളുടെ കൈയുടെ മീഡിയൽ ഭാഗത്തായിട്ടാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരു ആപ്ലിക്കേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് കയ്യിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഇത് അകത്തുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. 3 വർഷം വരെയാണ് ഇതിൻ്റെ കോൺട്രാസെപ്റ്റീവ് എഫക്റ്റ് ഉള്ളത്. ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്? മെൻസസിൻ്റെ ആദ്യത്തെ 5 ദിവസത്തിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 99.5% ഇത് എപ്പോഴാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? മെൻസസിൻ്റെ ആദ്യത്തെ 5 ദിവസം ഇത് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അടുത്തതായിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ, മുലയൂട്ടുന്ന സ്ത്രീകളിൽ ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? യെസ്, ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഡെലിവറി കഴിഞ്ഞിട്ട് 4 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് എങ്ങനെയാണ് ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കോൺട്രാസെപ്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഇതിൻ്റെ മെയിൻ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. രണ്ടാമതായി സെർവൈക്കൽ മ്യൂക്കസിൻ്റെ തിക്നെസ് കൂട്ടുന്നതോടുകൂടി തന്നെ ഈ സ്പേം വരുന്ന സമയത്ത് സ്പേമിന് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. ആദ്യമായിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇൻസേർട്ട് ചെയ്ത് 24 മണിക്കൂറിൽ തന്നെ ഇതിൻ്റെ ആക്ഷൻ തുടങ്ങുന്നതായിരിക്കും. കൂടാതെ തന്നെ ഇത് ഒരു പ്രൊജസ്ട്രോൺ ആയതുകൊണ്ട് തന്നെ ഈസ്ട്രജൻ കാരണം ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഈ ഇംപ്ലാന്റ്സ് കാരണം ഉണ്ടാകില്ല. കൂടാതെ തന്നെ ഇതൊരു റിവേഴ്സിബിൾ കോൺട്രാസെപ്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം പ്രഗ്നൻസി വേണം, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുട്ടികളാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത ഒരു സൈക്കിളിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രഗ്നൻ്റ് ആവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ട്യൂബൽ ലിഗേഷന് ഏർപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് സബ്ഡെർമൽ ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു 3 വർഷത്തിലൊരിക്കൽ ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഒരു സബ്ഡെർമൽ ഇംപ്ലാന്റ് ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ റീസെൻ്റ് സ്റ്റഡി അനുസരിച്ച് ഈ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയെക്കാളും സക്സസ് റേറ്റ് വളരെ കൂടുതലാണ് ഈ പറയുന്ന സബ്ഡെർമൽ ഇംപ്ലാന്റ്സിന്. ഇനി ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ സബ്ഡെർമൽ ഇംപ്ലാന്റ്സ് ബാക്കിയുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ വെച്ച് നോക്കിയാൽ പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. എങ്കിൽ തന്നെയും ഈ സബ്ഡെർമൽ ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യുന്ന ചില സ്ത്രീകളിൽ ഇറഗുലർ മെൻസസ് കാണപ്പെടാറുണ്ട്. ബ്രസ്റ്റിന് മൈൽഡായിട്ട് ടെൻഡർനെസ് ചില പേഷ്യൻ്റ് കംപ്ലയിൻസ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.